Hello, good morning. We start our class on quantum mechanics. The unit 1 is origin of quantum theory. Quantum theory ആരംഭം അതാണ് ഒന്നാമത്തെ യൂണിറ്റ്. Reason for origin of quantum theory or limitations of classical mechanics. Classical mechanicsന്റെ limitations അല്ലെങ്കിൽ എന്ത് കാരണങ്ങൾ കൊണ്ടാണ് ക്വാണ്ടം തിയറി ആവിഷ്കരിച്ചത് അതിനെപ്പറ്റിയുള്ള ഏതാനും കാര്യങ്ങളാണ്. The first point is experiments of Rutherfordന്റെ പരീക്ഷണം. According to classical electrodynamical picture, an accelerated electron will radiate energy continuously in the form of electromagnetic waves. The continuous loss of energy by an orbiting electron will reduce its normal velocity and it will come closer and closer to the nucleus. Finally, it will collapse into the nucleus. This shows a very obvious contradiction between the observed facts and the classical theory. ക്ലാസിക്കൽ തിയറി പറയുന്നത് ഇലക്ട്രോൺ ഇങ്ങനെ ന്യൂക്ലിയസിന് ചുറ്റും പ്രത്യേക ഓർബിറ്റിൽ കറങ്ങും. ഇതിൻ്റെ ഫലമായിട്ട് ഇലക്ട്രോണിൽ നിന്ന് എനർജി നഷ്ടപ്പെടുകയും അവസാനം ന്യൂക്ലിയസിൽ പതിക്കുകയും ചെയ്യും. ഇത് ഇന്ന് കാണുന്ന ആറ്റോമിക് സ്ട്രക്ചറുമായിട്ട് കുറച്ച് വ്യത്യാസമുള്ള കാര്യമാണ്. രണ്ടാമത്തെ പോയിന്റ്, സെക്കൻഡ് പോയിന്റ് ഈസ് ദ സ്റ്റഡി ഹൈഡ്രജൻ സ്പെക്ട്രം. ഹൈഡ്രജൻ സ്പെക്ട്രത്തിൻ്റെ സ്റ്റഡിയാണ് രണ്ടാമത്തെ പോയിന്റായിട്ട് നമ്മളിവിടെ പറയുന്നത്. It is found that hydrogen spectrum consists of a discrete set of lines whose wave number can be expressed by the relation nu bar is equal to 1 by lambda is equal to r into 1 by n1 square minus 1 by n2 square, where n1 and n2 are integers. ഹൈഡ്രജൻ സ്പെക്ട്രത്തിൽ ഒരു ബോർ ഫോർമുല ഉണ്ട്. ബോർ ഫ്രീക്വൻസി കണ്ടീഷൻ എന്ന് പറയും. അത് ന്യൂ ബാർ വേവ് നമ്പറാണ്, റെസിപ്രോക്കൽ ഓഫ് വേവ് ലെങ്ത്, equal to 1 by lambda equal to r into 1 by n1 square minus 1 by n2 square. ഇവിടെ n1 n2 സാധാരണ സംഖ്യകളാണ്. This relation showed that the excited atom of hydrogen could emit a certain definite wavelength of electromagnetic waves, and no continuous emission was present in the hydrogen spectra as expected in ക്ലാസിക്കൽ പിക്ചർ. ക്ലാസിക്കൽ പിക്ചറിൽ നമ്മൾ എല്ലാ അളവിലുള്ള വേവ് ലെങ്ത്, എല്ലാ തരം വേവ് ലെങ്തും പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം അവിടെ കണ്ടിന്യൂസ് എമിഷനാണ്. എന്നാൽ നമ്മൾ കാണുന്നത് ഈ ഹൈഡ്രജൻ സ്പെക്ട്രം പഠിക്കുമ്പോൾ എച്ച് ആൽഫ ലൈനിന് പ്രത്യേക വേവ് ലെങ്ത്, എസ് ബീറ്റയ്ക്ക് വേറൊരു വേവ് ലെങ്ത്, എസ് ഗാമയ്ക്ക് വേറൊരു വേവ് ലെങ്ത്, അങ്ങനെ പ്രത്യേകം വേവ് ലെങ്തുകളാണ്. അത് പ്രത്യേക നമ്പറുകളെ n1 n2 പോലെയുള്ള 1 2 3 പോലെയുള്ള സംഖ്യകളെ അത് സൂചിപ്പിക്കുന്നു. ക്ലാസിക്കൽ പിക്ചറിൽ ഇത്തരം സംഖ്യകൾ അതിന് സാധ്യതയില്ല. ഈ സംഖ്യകൾ വരുന്നത് തികച്ചൊരു പുതിയ തിയറിയിലാണ്. അത് ക്വാണ്ടം മെക്കാനിക്സിന് സപ്പോർട്ടായിട്ട് വരുന്നൊരു കാര്യമാണ്. ക്ലാസിക്കൽ പിക്ചറിൽ ഇങ്ങനെ നമ്പർ സിസ്റ്റം സാധാരണ നമ്മൾ കൊടുക്കാറുണ്ട്. ദ തേർഡ് പോയിന്റ്, മൂന്നാമത്തെ പോയിന്റ്, സ്റ്റഡി ഓഫ് ബ്ലാക്ക് ബോഡി സ്പെക്ട്രം. ബ്ലാക്ക് ബോഡി സ്പെക്ട്രത്തിൻ്റെ സ്റ്റഡിയാണ് നമുക്ക് മൂന്നാമത്തെ പോയിൻ്റായിട്ട് പറയാനുള്ളത്. ക്ലാസിക്കൽ തിയറിക്ക് എതിരായിട്ട് ക്വാണ്ടം തിയറിക്ക് സപ്പോർട്ടായിട്ട് പറയാനുള്ള മൂന്നാമത്തെ പോയിന്റ് ആണ് സ്റ്റഡി ഓഫ് ബ്ലാക്ക് ബോഡി സ്പെക്ട്രം. ദ സ്പെക്ട്രം ഓഫ് റേഡിയേഷൻ എമിറ്റഡ് ഫ്രം എ ഹോട്ട് ബ്ലാക്ക് ബോഡി ഈസ് കണ്ടിന്യൂസ് ആൻഡ് ഹാസ് എ പീക്ക് ഓഫ് ഇൻറ്റൻസിറ്റി അറ്റ് എ പർട്ടിക്കുലർ വേവ് ലെങ്ത്. ദിസ് ഈസ് എ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ദി ടെമ്പറേച്ചർ ഓഫ് ദി ബോഡി. Rayleigh and Jeans determined the energy distribution of the black body in classical thermodynamic consideration, but their result failed for shorter wavelength region. So Planck argued that there was a difficulty with the classical theory. അതായത് ക്ലാസിക്കൽ തിയറിയിൽ ബ്ലാക്ക് ബോഡി സ്പെക്ട്രം എക്സ്പ്ലെയിൻ ചെയ്യുമെങ്കിലും ഈ ഷോർട്ടർ വേവ് ലെങ്തിലും
അതുപോലെ തന്നെ ലോങ്ങർ വേവ് റേഡിയേഷനിലും ചെറിയ ഒരു പിശക് കാണുകയുണ്ടായി. അത് കൂടുതലും വരുന്നത് ഷോർട്ടർ വേവ് റീജിയനിലാണ്. ഇത് പ്ലാങ്ക് ആണ് കറക്റ്റ് ചെയ്തത്. അങ്ങനെ കറക്റ്റ് ചെയ്യാൻ അദ്ദേഹം ഈ ക്വാണ്ടം പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്തു. ഇത് പ്ലാങ്കിൻ്റെ ഈ പഠനം ക്വാണ്ടം തിയറിയുടെ ആവിഷ്കാരത്തിന് കാരണമായി. ഇതിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ കൂടെ ഐൻസ്റ്റീൻ്റെയും ബോറിൻ്റെയും മറ്റ് പലരുടെയും വർക്കും സപ്പോർട്ടായിട്ട് വന്നിട്ടുണ്ട്. നാലാമത്തെ പോയിന്റ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റാണ്. അതായത് ചില മെറ്റൽസിൽ ലൈറ്റ് വീഴുമ്പോൾ ഇലക്ട്രോൺസ് ഇങ്ങനെ എമിറ്റ് ചെയ്യുന്ന പ്രൈമറി എമിഷൻ എന്ന് നമ്മൾ പറയും. ഇത് ക്ലാസിക്കൽ തിയറി കുഡ് നോട്ട് ഫുള്ളി എക്സ്പ്ലെയിൻ ദ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. ക്ലാസിക്കൽ മെക്കാനിക്സിനെ ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഒരു പ്രയാസമുണ്ട്. ഐൻസ്റ്റീൻ അപ്ലൈഡ് ക്വാണ്ടം തിയറി ടു എക്സ്പ്ലെയിൻ ഫോട്ടോ ഇലക്ട്രിക് ഫിനോമിനൻ. ഐൻസ്റ്റീൻ ഫോട്ടോ ഇലക്ട്രിക് ഫിനോമിനൻ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ക്വാണ്ടം തിയറിയുടെ ക്വാണ്ടം ഐഡിയയാണ് കൊടുക്കുന്നത്. അപ്പം നമ്മുടെ ഈ ചോദ്യങ്ങൾ ഇങ്ങനെയൊക്കെ വരാം. അതായത് എന്താണ് ക്ലാസിക്കൽ ഫിസിക്സിൻ്റെ ഡ്രോബാക്സ്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ക്വാണ്ടം തിയറിക്ക് സപ്പോർട്ടായിട്ട് പറയുന്ന കാര്യങ്ങൾ. അപ്പോൾ 4 പോയിന്റാണ് പ്രധാനമായിട്ടും നമ്മളിവിടെ പറഞ്ഞത്. ഒന്ന്, ദി എക്സ്പെരിമെൻറ്റ്സ് ഓഫ് റദർഫോർഡ്. The second is study of hydrogen spectrum. Third is the black body spectrum exploration. And the fourth is photoelectric effect. ഇവ 4 എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ക്ലാസിക്കൽ തിയറിക്ക് ശരിക്കും പറ്റില്ല. ക്വാണ്ടം തിയറിക്ക്, പുതിയ തിയറിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. നെക്സ്റ്റ് കംസ് ദി പ്ലാങ്ക്സ് ക്വാണ്ടം ഹൈപ്പോത്തിസിസ്. ക്വാണ്ടം മെക്കാനിക്സിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ പ്ലാങ്ക്സ് ക്വാണ്ടം ഹൈപ്പോത്തിസിസ്. തുടങ്ങും തന്നെ ക്വാണ്ടം മെക്കാനിക്സ് ആരംഭിക്കുന്നത് തന്നെ ഈ പ്ലാങ്ക്സ് ക്വാണ്ടം ഹൈപ്പോത്തിസിസിലാണ്. അതിങ്ങനെ നമുക്ക് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രിൻസിപ്പിൾസ് ഇൻ ക്വാണ്ടം മെക്കാനിക്സ് ഈസ് Planck's quantum hypothesis. According to Planck's hypothesis, the atoms in a uniform temperature enclosure behave like harmonic oscillators. When these oscillators vibrate, they radiate energy. The radiations are emitted not continuously but intermittently in internal multiple of discrete quantity of energy called quantum or photon. Each photon is of energy h nu, where h is the Planck's constant and u is the frequency of radiation. And we know h Planck's constant is 6.626 into 10⁻⁻34 joule second. And this joule second is the unit of angular momentum, you know. Then we can write E is equal to nh nu for n photons. If we ask to write Planck's hypothesis as an equation, we have to write E is equal to nh nu, where n is the number of photons and h nu is energy of each photon. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ക്വാണ്ടം തിയറി അതിലെ പ്രധാനപ്പെട്ട ഒരു ഹൈപ്പോത്തിസിസ് ആണ് പ്ലാങ്ക്സ് ഹൈപ്പോത്തിസിസ്. E is equal to nh nu എന്ന് പറയും. അതായത് എനർജി ഒരു ഹോട്ട് ബോഡിയിൽ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് അല്ല എമിറ്റ് ചെയ്യുന്നത്, ഇടവിട്ട് ഡിസ്ക്രീറ്റ് ക്വാളിറ്റി ആയിട്ടാണ്. ഓരോ ഫോട്ടോണിൻ്റെ എനർജി h ആണ്. n ഫോട്ടോൺസ് ഉണ്ടെങ്കിൽ ഈ nh. ഇതിൽ നിന്ന് പ്ലാങ്ക് തന്നെ തയ്യാറാക്കിയ ഒരു റേഡിയേഷൻ ലോ ഉണ്ട്. അതും ഇതിൻ്റെ കൂടെ ചേർത്ത് നമുക്ക് വായിക്കാവുന്നതാണ്. Planck's radiation law. According to Planck's radiation law, the energy density of radiation in an oscillator having frequency in between nu and nu plus d nu is given by u nu d nu is equal to 8 pi h d cubed by c cubed into d nu by e raised to h nu by kt minus 1.
When we write this equation, we have to write -1 in the denominator as shown in the equation here. That is d nu by e raised h nu by kt minus 1. Minus 1 is in a line with the e and not in the power. Here in this equation, T absolute temperature, K Boltzmann's constant. അതായത് ഇവിടെ നമ്മൾ ഒരു ഇക്വേഷൻ നമ്മൾ കൊടുക്കുകയാണ്. അത് നിങ്ങൾ വായിക്കാം, ഞാൻ ഒന്നൊരു വായിക്കുകയാണ്. ആ ഫോട്ടോ എടുത്ത് കൊടുത്തിരിക്കുന്നതാണ്. യു ന്യൂ ഡി ന്യൂ ഈസ് ഈക്വൽ ടു 80/h ന്യൂ ക്യൂബ്ഡ് ബൈ സി ക്യൂബ്ഡ് ഇൻറ്റു ഡി ന്യൂ ബൈ ഇ റൈസ് എച്ച് ന്യൂ ബൈ കെ ടി മൈനസ് 1. ഇത് ടി അബ്സല്യൂട്ട് ടെമ്പറേച്ചറാണ്, കെ ബോൾട്ട്സ്മാൻസ് കോൺസ്റ്റൻ്റ് ആണ്, സി വെലോസിറ്റി ഓഫ് ലൈറ്റ് ആണ്. അപ്പോൾ എച്ച് എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കോൺസ്റ്റൻ്റ് ഈ ക്വാണ്ടം മെക്കാനിക്സിനകത്ത് എല്ലായിടത്തും കയറി വരുന്നതാണ്. അതിന് കൂടെ തന്നെ നമ്മൾ പഠിക്കേണ്ട മറ്റൊരു കോൺസ്റ്റൻ്റ് ഉണ്ട്, എച്ച് കട്ട് അല്ലെങ്കിൽ എച്ച് ക്രോസ് എന്നൊക്കെ പറയും. ചില എച്ച് കട്ടെന്ന് വായിക്കും, ചില എച്ച് ക്രോസ് എന്ന് വായിക്കും. എച്ച് വരച്ചിട്ട് അതിന് മുകളിൽ ഒരു വരയിട്ട് കട്ട് ചെയ്യുക. അതിന് എച്ച് കട്ടിനെ വിളിക്കുന്ന പേരാണ് റെഡ്യൂസ്ഡ് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്. റെഡ്യൂസ്ഡ് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് എന്ന് വിളിക്കും. അതിൻ്റെ വാല്യൂ കാണുന്നതിന് നമ്മൾ എച്ചിൻ്റെ വാല്യൂ കൊടുത്താൽ മതി. പൈ നമുക്കറിയാം 3.14. അപ്പോൾ എച്ച് ബൈ 2π ഈസ് ഈക്വൽ ടു എച്ച് കട്ട് ആൻഡ് ദി വർക്ക്ഡ് ഔട്ട് വാല്യൂ ഈസ് 1.055 ഇൻറ്റു 10⁻⁻34 ജൂൾ സെക്കൻഡ്. 1.055 ഇൻറ്റു 10⁻⁻34 ജൂൾ സെക്കൻഡ്. അപ്പോൾ ഈ ഇക്വേഷൻ അത് ഒരു ബ്ലാക്ക് ബോഡി ഓസിലേറ്ററിൻ്റെ എനർജി ഡെൻസിറ്റിയുടെ ഇക്വേഷനാണ്. അതും ഈ പ്ലാങ്ക്സ് ക്വാണ്ടം ഹൈപ്പോത്തിസിനൊപ്പം വായിച്ച് പഠിക്കേണ്ടതാണ്. ചില പരീക്ഷയിൽ ചോദിക്കാറുണ്ട്. ഈ ടേബിൾസ് കൊണ്ടുപോകുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ അത് ടേബിൾസ് കൊടുത്തിട്ടുമുണ്ട്, നോക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാം, സ്റ്റേറ്റ് എ പ്ലാങ്ക്സ് ഹൈപ്പോത്തിസിസ് ആൻഡ് ഗീവ് പ്ലാങ്ക്സ് റേഡിയേഷൻ ലോ. അടുത്ത നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഫോട്ടോഇലക്ട്രിക് എഫക്ട്സ്. അതായത് നമ്മൾ ക്വാണ്ടം തിയറിയുടെ ഒരു പ്രധാന സ്റ്റഡി ആയിട്ട് വരുന്നതാണ് ഫോട്ടോഇലക്ട്രിക് എഫക്റ്റ്. തിയറിയുടെ ഒരു ബിഗിനിങ് ടോപ്പിക്കായിട്ട് വരും. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എടുക്കാം. 20 മിനിറ്റാണ് നമ്മൾ സാധാരണ ക്ലാസ് ഉദ്ദേശിക്കുക. കാരണം കൂടുതലായി കഴിഞ്ഞാൽ പലർക്കും അത് ശരിക്കും ശ്രദ്ധിക്കാൻ ഒരു പ്രയാസം കാണും. അപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ നിങ്ങൾ ഓർക്കുക. What are the drawbacks of classical physics, or explain the experimental evidence in support of quantum theory. State and explain Planck's quantum hypothesis. What is Planck's radiation law? Thank you.